എല്ലാവർക്കും നമസ്കാരം. റേഷ്യോ കുറച്ച് നമ്മളെടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. ഇനി ദർ ആർ ടു റോപ്സ്, വേറെ ടൈപ്പാണ് ഇനി ക്വസ്റ്റ്യൻ. ദ ഷോർട്ടർ 1/3 meter long and the longer 1/2 meter long. What is the ratio of their lengths? ഇവിടെ ഫ്രാക്ഷൻ വന്നിരിക്കുകയാണ്. ഫ്രാക്ഷൻ ഇപ്പോൾ 1/3 മീറ്ററും 1/2 മീറ്ററും. മുന്നേ നമ്മളൊരു പ്രോബ്ലത്തിൽ ഡെസിമൽ വന്നപ്പോൾ അതിൻ്റെ ഡെസിമൽ പോയിന്റ് കളഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതുപോലെ തന്നെ ഫ്രാക്ഷൻ നമ്മളൊരു നാച്ചുറൽ നമ്പർ ആക്കിയിട്ട് ആദ്യം നമുക്ക് മാറ്റാം. അത് മാറ്റുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരാനും പാടില്ല. അപ്പോൾ ഇതിനെ മാറ്റുന്നുണ്ടെങ്കിൽ ഇതിനെയും മാറ്റണം എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ മാറ്റാൻ പറ്റുക നോക്കാം. അതായത് ഒന്നുകിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 3 and 2. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ കൊണ്ട് ഈ രണ്ട് ഫ്രാക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായില്ല? അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 3ഉം 2ഉമാണ് അല്ലേ? അതിനെ രണ്ടിനും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് 6 കിട്ടി. ഇനി ഈ 6 കൊണ്ട് നമ്മൾ ഇതിനെയും ഇൻറ്റു ചെയ്യണം, ഇതിനെയും ഇൻറ്റു ചെയ്യണം. മനസ്സിലായ? അതായത് 1/3 × 6 എന്ന് പറയുമ്പോൾ 3 6ലെ 2 പ്രാവശ്യം പോയി. 2 × 1 2 കിട്ടി നമുക്ക്. അടുത്തത് 1/2. 1/2നെയും സെയിം 6 കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 6ൽ 3 times 3 കിട്ടി. 3 × 1 3 കിട്ടി. അപ്പോൾ നമുക്ക് 2ഉം 3ഉം കിട്ടി. 2:3 എന്ന റേഷ്യോ നമുക്കിപ്പോൾ കിട്ടി. 1/3ൻ്റെ റേഷ്യോ 2ഉം 1/2ൻ്റെ 3ഉം. അങ്ങനെ 2:3 എന്ന റേഷ്യോ നമുക്ക് കിട്ടി. സുഖമല്ലേ ഇത് ചെയ്യാനായിട്ട്? ഇനിയിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇനി വലിയ നമ്പർ വലുതാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ വലുതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കേണ്ടി വരും. ഇതിപ്പം ഒന്നും ചെയ്യാനില്ല. 2/2:3 എന്ന് പറയുമ്പോൾ 2ലും 3ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ വേറെ നമ്പറൊന്നുമില്ല, 1 അല്ലാണ്ട്. അപ്പോൾ 2:3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 122. രാജു ഹാസ് 200 rupees with him and Rahim has 300. What is the ratio of the money Raju and Rahim have? അപ്പോൾ രാജുവിൻ്റെ കയ്യിൽ 200 rupees ഉണ്ട് ആൻഡ് റഹീമിൻ്റെ കയ്യിൽ 300 rupeesഉം ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. എന്താ ചെയ്യണ്ടേ? രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലീസ്റ്റ് ഫോമിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടിനെയും 100 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? 200 / 100 = 2 കിട്ടി അല്ലേ? ആൻഡ് അതുപോലെ തന്നെ 300നെയും നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി കോഷ്യൻ്റ്. അപ്പോൾ എത്ര വന്നു? 2:3 റേഷ്യോ കിട്ടി. നെക്സ്റ്റ് വൺ. In a class, there are 25 girls and 20 boys. What's the ratio of the number of girls to the number of boys? അപ്പം 25 girls ഉണ്ട്, 20 boys ഉണ്ട്. Number of girls 25 and number of boys equals 20 അല്ലേ? Yes. What is the ratio of the number? Girls to the number of boys എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗേൾസിൻ്റെ റേഷ്യോ ആദ്യം എഴുതണം, പിന്നെ ബോയ്സിൻ്റെ എഴുതണം. അപ്പോൾ ഇതിൽ രണ്ടിലും ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരേ ഒരു നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ആദ്യം 25നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. ആൻഡ് 20നെ ഡിവൈഡ് ചെയ്തപ്പോൾ 4ഉം കിട്ടി. അപ്പോൾ ഗേൾസിൻ്റെ 5 ആണ്. അപ്പോൾ ഗേൾസിൻ്റെ ആദ്യം എഴുതി 4 ആണ്. ഇത് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 123ൽ നോക്കിയാൽ, ഓഫ് 2 pencils the shorter is of length 6 centimeters and the longer 9 centimeters. What's the ratio of the length of the shorter and the longer pencils? ഇതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് ഓഫ് ഷോർട്ടർ പെൻസിൽ 6 centimeter and the length of longer pencil equals 9 centimeter. ഇനി ഇതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ രണ്ടിനും ഡിവൈഡ് ചെയ്ത് പോകുന്ന കോമൺ നമ്പർ 3 ആണ്. 6/3 = 2, 9/3 = 3 അല്ലേ? Therefore
the ratio of the shorter pencil, the length of shorter pencil to the length of longer pencil എന്ന് പറയുമ്പോൾ 2:3 വന്നു. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? In a school there are 120 boys and 140 girls. What's the ratio of the number of boys to the number of girls? ബോയ്സ് ടു ദ ഗേൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോയ്സിൻ്റെ വേണം നമുക്ക് റേഷ്യോ എഴുതുമ്പോൾ ആദ്യം എഴുതാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് വേണമെങ്കിൽ ആദ്യം എഴുതാം, പക്ഷേ റേഷ്യോ എഴുതുമ്പോൾ ആദ്യം ബോയ്സിൻ്റെ എഴുതണം. 120യും 140യും ആണ്. രണ്ടിലും ഡിവൈഡ് ചെയ്ത് പോകാൻ നമുക്ക് വേണമെങ്കിൽ ആദ്യം എളുപ്പത്തിന് 10 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 12 കിട്ടി, ഇത് 14 കിട്ടി അല്ലേ? ഇനി വീണ്ടും ഇതിൽ ഏതാ പോവാ? ഇതിന് വീണ്ടും ഇതിൽ 2 പോവും ഇല്ലേ? 2 = 6. ഇതിൽ 2 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7. അതായത് ഈ 120നെയും 140നെയും നേരിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 120 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 0 0 പോയി 2 12ൽ 6 ടൈംസ്. അങ്ങനെ കോഷ്യന്റ് നമുക്ക് 6 കിട്ടി. ആൻഡ് 140 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 0 0 പോയി 240ൽ 7 ടൈംസ്. then അങ്ങനെ 7 കിട്ടി. അപ്പോൾ അത് തന്നെ കിട്ടി, 6ഉം 7ഉം തന്നെ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരൊറ്റ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് നേരെ ആൻസറിലേക്ക് പോവാം. ചില കുട്ടികൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവില്ല, അത് ഏതായിരിക്കും അതിലങ്ങനെ പോവുക എന്നറിയില്ലേ കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ രണ്ടിലും 0 ഉള്ള കാരണം കൊണ്ട് നമുക്കറിയാം 10 പോകുന്ന അറിയാം. 10 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 12ഉം 14ഉം കിട്ടി. പക്ഷേ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുതെന്ന് മാത്രം. 12:14 എന്ന് എഴുതിയാൽ തെറ്റാണ്. 12 അതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ശരി തന്നെയാണ്, പക്ഷെ നമ്മളെപ്പോഴും റേഷ്യോ ലീസ്റ്റ് ഫോമിൽ എഴുതണം. അപ്പോൾ വേറെ വല്ല നമ്പറും കൂടിയും അതിൽ പോകുമോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ 12നെ വീണ്ടും നമുക്ക് 2 കൊണ്ട്, രണ്ടിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടിലും 2 ഡിവിസിബിൾ ആണ്. അപ്പോൾ 6ഉം 7ഉം കിട്ടി. 6 ബോയ്സിൻ്റെയും 7 ഗേൾസിൻ്റെയും ആണ്. അപ്പോൾ റേഷ്യോ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് the number of boys to the number of girls? അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ആണ് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ബോയ്സിൻ്റെ ആദ്യം എഴുതണം. 6:7. നെക്സ്റ്റ് വൺ, 96 women and 144 men attended a meeting. Calculate the ratio of the number of women to the number of men. 96ഉം 144ഉം രണ്ടിലും കോമൺ ആയിട്ട് 12 പോകും. അപ്പോൾ 96നെ ആദ്യം തന്നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 8 കിട്ടി. 144ൽ അതുപോലെ 12 പോയി, അത് 12 ടൈംസ് പോയി. അപ്പോൾ 8ഉം 12ഉം കിട്ടി. ഇനി ഇതിൽ വല്ലതും പോവോ? ഇനി ഇതിൽ രണ്ടിലും വീണ്ടും 4 പോകും ഇല്ലേ? 8ലും 12ലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 പോയി, 2 കിട്ടി. ഇതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3ഉം കിട്ടി. 2:3 ആൻസർ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റയടിക്ക് നേരെ ആൻസറിലേക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ 2 വെച്ചിട്ടാവും ആദ്യം ഇതിനെ രണ്ടിനും ഡിവൈഡ് ചെയ്ത്, ആ ആൻസറിൽ നിന്ന് വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത്, 2 വെച്ച് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 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 പോവാം. അപ്പോൾ എങ്ങനെയായാലും ലാസ്റ്റ് നമുക്ക് ആൻസർ വരുമ്പോൾ അതിൽ വേറെ നമ്പറുകൾ കൊണ്ട് 1 ഒഴിച്ച് വേറെ നമ്പറൊന്നും അതിൽ പോകാൻ പാടില്ല. അത്രയും ചെറുതാക്കിയിട്ട് ഇടണം. 8ഉം 12ഉം വരുമ്പോൾ ചിലപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ഉം 6ഉം വരും. പിന്നെ വീണ്ടും ആ 4ഉം 6നെ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 3ഉം വരും. ഞാൻ അതിന് വരെ നേരെ 4 കൊണ്ട് ചെയ്തു എന്ന് മാത്രം. 2ൽ 4 പോകും. അപ്പോൾ വീണ്ടും ഒരു വട്ടം 2 കൊണ്ട് ചെയ്ത് പിന്നെ വീണ്ടും 2 കൊണ്ട് ചെയ്ത് അതിന് നിൽക്കണ്ടല്ലോ, അങ്ങനെ ചെയ്തു. മനസ്സിലായില്ലേ? When the side of a rectangle were measured using a string, the width was 1/4 of the string and the length 1/3 of the string. What is the ratio of the width to the length? Width 1/4 of the string ആണ് and length 1/3 of the string ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഡിനോമിനേറ്ററുകൾ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 4ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. ഇനി 12 കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യാം, ഇതിനെയും ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇത് റേഷ്യോ ഈ ഫ്രാക്ഷൻ മാറിയിട്ട് സാധാരണ നമ്പർ ആകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇതെന്തിനങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഫ്രാക്ഷനെ മാറ്റിയിട്ട് സാധാരണ നമ്പറിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ 4 12ൽ എത്ര പ്രാവശ്യം പോയി? 3 ടൈംസ് പോയി. അപ്പോൾ 3 കിട്ടി. ഇനി അതുപോലെ 1/3നെയും 12 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ 1/4 ആണ് വിഡ്ത്തിൻ്റെ. വിഡ്ത്ത് 2 ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ആദ്യം 3:4 ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
To fill a larger bottle, 3.5 glasses of water are needed. And to fill a smaller bottle, 2 and 1/4 of glasses are needed. What's the ratio of volume of the large and small bottles? അപ്പം വലിയ ബോട്ടിൽ നിറയ്ക്കണമെങ്കിൽ 3.5 ഗ്ലാസ് വെള്ളം വേണം. ആൻഡ് ചെറിയതാണെങ്കിൽ 2.25 ഗ്ലാസ് വെള്ളവും വേണം. അപ്പോൾ ഇത്രയാണ് എൻ്റെ വോളിയത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി തന്നിരിക്കുന്നത്. ഇതിൻ്റെയാണ് റേഷ്യോ ലാർജർ ടു സ്മോളർ നമുക്ക് കണ്ടു. ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ സാധാരണ ഫ്രാക്ഷനാക്കി മാറ്റും. അതിനെന്ത് ചെയ്യണം? തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം അല്ലേ? 3ഉം 2ഉം കൂടിയിട്ട് ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് 1 ആഡ് ചെയ്യും. അപ്പോൾ 3 × 2 6 + 1 7 ബൈ ക്വസ്റ്റ്യനിലത്തെ ഡിനോമിനേറ്റർ തന്നെ 7. 2 and 1/4 ഇനി മാറ്റാം. അപ്പം എന്ത് ചെയ്യണം? 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ 2 × 4 + 1 = 2 × 4 8 + 1 9 ബൈ ഇതിൻ്റെ ഡിനോമിനേറ്റർ 4 ആണ് അടുത്തേത്. അങ്ങനെ നമുക്കിപ്പോൾ 3 and 1/2 7/2 എന്നും 2 and 1/4 9/4 എന്നും നമ്മൾ മാറ്റി എഴുതി. ഇനി പഴയ പോലെ തന്നെ ഫ്രാക്ഷൻ നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പോൾ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററുകൾ രണ്ടും ആദ്യം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 4 8 8 കൊണ്ട് ഇതിന് രണ്ടിനെയും ഇൻറ്റു ചെയ്യാം. 7/2 × 8 = 2 8ൽ 4 times 4 × 7 28 കിട്ടി. അതുപോലെ ഇനി 9/4 9/4 × 8 4 8ൽ 2 times 2 × 9 18 ബൈ ഒന്നുമില്ല 28ഉം 18ഉം ആയി മാറി. ഇനി നമുക്കിതിനെ രണ്ടിലും 2 കൊണ്ട് ആദ്യം നോക്കാം അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 14 ആകും. ആൻഡ് ഇത് 9ഉം ആയി. 9ലും 14ലും കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ ഇതിൽ 3 പോവില്ല. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ ഇതിൽ 2 പോവില്ല. അപ്പോൾ അത് ഇവിടെ വെച്ച് അവസാനിച്ചു. 14:9 ആണ് ഇതിൻ്റെ റേഷ്യോ. അടുത്ത ടോപ്പിക്ക് റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.